മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും എല്ലാ 500ഓളം വരുന്ന IAS ഉദ്യോഗസ്ഥന്മാർ, എല്ലാ ഉന്നത ഭരണാധികാരികളും നിൽക്കുന്ന തിരുവനന്തപുരത്ത് നമ്മുടെ വളരെ വിപുലമായ, വളരെ ബൃഹത്തായ ഒരു ആസ്ഥാന മന്ദിരം ഈ കേരള യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് നിർമ്മിക്കേണ്ടത് കേരള യാത്രയുടെ ഭാഗമായി ഓരോ യൂണിറ്റുകളിൽ നിന്നും 5000-ൽ കുറയാത്ത ഫീസുകൾ, ഉപഹാരങ്ങൾ നൽകി 50,000-ഓ അതിലേറെയോ ഒരു കാരണവശാലും 5000-ൽ കുറയാത്ത ഒരു വലിയ സംഖ്യ ഉപഹാരമായി നൽകി തിരുവനന്തപുരത്ത് ഇതിന്റെ സ്മാരകമായി നമ്മുടെ പ്രവർത്തകർക്ക്, നമ്മുടെ നേതാക്കൾക്ക് എന്താവശ്യത്തിന് തിരുവനന്തപുരത്ത് പോകുമ്പോഴും അവർക്കെല്ലാ സൗകര്യങ്ങളും അടങ്ങിയ, അവർക്ക് എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റാവുന്ന വിധത്തിൽ വിപുലമായ ഒരാസ്ഥാനമാണ് തിരുവനന്തപുരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ മാനവികത, ഗ്രീക്ക് സംസ്കാരങ്ങളും റോമൻ സംസ്കാരങ്ങളും അതിന് പല നിർവചനങ്ങളും നൽകിയെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ്